സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻ ജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. അരവിന്ദ് നാളെ എത്തുമെന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ആ അതെ, അതുവരെ അവള് മുറി കിടക്കട്ടെ. അവള് വാ തുറക്കില്ല. ഫോണേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ പാറു ജ്യൂസ് കഴിച്ചു. ഇപ്പൊ അവള് നല്ല ഉറക്കത്തിലായി കാണും, അതിന് സംശയമൊന്നും വേണ്ട. നരേന്ദ്രമാമ അറേഞ്ച് ചെയ്ത ആൾക്കാര് പുറത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നാ അവർ ചോദിക്കുന്നത്. നീ കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കാം. സമയം ഇത്രയല്ലേ ആയുള്ളൂ. എന്നാലും ആകെ ഒരു ടെൻഷൻ. എന്ത് ടെൻഷൻ? ദേ ഞാനിത്ര ധൈര്യം കാണിക്കുന്നില്ലേ. അല്ലെങ്കിലും ആരുണൊരു പേടിത്തൊണ്ടനാ അപ്പച്ചി. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നേ. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ദേ നമ്മുടെ ജീവിതത്തിൽ ഒരു കരട് വീണാ അതെടുത്തു കളയണം. അങ്ങനെ കരുതിയാ മതി. നമ്മളാരും ഒന്നും ചെയ്യുന്നില്ല, പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചെയ്തോളും. പിന്നെ അവള് പോവാതെ നമ്മള് വെല്ലു വിളിച്ചിവിടെ നിന്നതല്ലേ. അപ്പച്ചി ഒരു പാഠം പഠിപ്പിക്കാൻ. എന്നിട്ടിപ്പ എന്തായി? അവളുടെ അച്ഛൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവൾക്ക് അങ്ങോട്ട് പോവായിരുന്നു. ആരും തടയേ ഇല്ലായിരുന്നു. അവള് പക്ഷെ പോകാനല്ല ശ്രമിച്ചത്. നിന്നെയും അപ്പച്ചിയെയും വെല്ലുവിളിക്കാനാ നോക്കിയത്. ഇനി വരാൻ പോകുന്നതേ വലിയൊരു കോളിളക്കോ. നമ്മൾ പ്രതികൂലമായി ബാധിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ വരും. അതൊക്കെ നേരിടാനുള്ള തന്റെ ഇടം നമ്മൾ കാണിക്കണം. പോസ്റ്റ്മോർട്ടം കഴിയുമ്പോ ആത്മഹത്യയായി മാറും. പിന്നെ നമ്മുടെ ഊഴോ. പിന്നെ ഒരു ജീവിതം നിനക്കുണ്ടാവില്ല എന്നുള്ള പേടി നിനക്ക് വേണ്ടായിരുന്നേ. നീ എപ്പ പറഞ്ഞാലും എന്റെ കഴുത്ത് ഞാൻ നീട്ടിത്തരും. പിന്നെ സമയത്തിരായില്ലേ, അവൾ ഉറങ്ങിക്കാണും. ജോലി ഏറ്റവരെ അവരത് ചെയ്തിട്ട് പോട്ടെ. നീ അവരെ വിളിക്കും. മല്ലികടത്തേക്ക് എന്തേലും പറ്റിയോ? കോള് പെട്ടെന്ന് കട്ടായല്ലോ. ഇനി മല്ലികടത്തെ വിളിക്കുന്നത് ആപത്താ. അവളിപ്പോ നല്ല ഉറക്കത്തിലായിരിക്കും. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചുറങ്ങുന്നല്ലേ. നീ വാതിൽ തുറക്കണം. അമ്മേ, അവള് വാതിലകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. അവള് ജ്യൂസും കുടിച്ച് വാതിലും കുറ്റിയിട്ട് സുഖമായി കിടന്ന് ഉറങ്ങുകയാണ്. ഇനി എന്ത് ചെയ്യും? വാതിൽ ചോടി തുറന്നാലോ? ഇനി ആരും റൂമിൽ വരരുതെന്ന് കരുതിയോ? നീ ഉറങ്ങടി, ഇത് നിന്റെ അവസാനത്തെ ഉറക്കമാവും. പാർവതി ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ അമ്മേ. അവളിനി രക്ഷപ്പെട്ടിട്ടുണ്ടാവോ? നമുക്ക് തെറ്റി. അവള് ജ്യൂസ് കുടിച്ചിട്ടില്ല. ആ സർവന്റ് കള്ളം പറഞ്ഞതാ. അവളെ വിടരുത്. അരുണേ, അരുണേ, അവള് ബാത്റൂമിൽ കയറി ഒളിച്ചിരിപ്പുണ്ടാവും. നീ പോയി നോക്കിക്കേ. അവൾ അവിടെ ഒന്നുമില്ല. അവള് രക്ഷപ്പെട്ടെന്നാ എനിക്ക് തോന്നുന്നു. ചതിച്ചോ? എങ്കിൽ നമ്മൾ അവളെ കൊല്ലാൻ നോക്കിയ കാര്യം പുറത്തറിയും. അയ്യോ അപ്പച്ചി, വാ നമുക്ക് നോക്കാം. നടക്ക്.
കാണുന്നില്ലേ? ഇവരാണ് സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ എന്നെ കൊല്ലാൻ ആളുകളുമായിട്ട് വന്നിരിക്കുന്നത്. ഇവര് പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ജ്യൂസില് സ്ലീപ്പിംഗ് പിൽസ് ചേർത്ത് എന്നെ ഉറക്കി കിടത്തിയിട്ട് അവര് ഇവിടെ എന്നെ കെട്ടിത്തൂക്കാനാ ഉദ്ദേശിച്ചത്. സോഷ്യൽ മീഡിയയിൽ ലൈവ് ചെയ്തോണ്ടിരിക്കുക. ഇതാണ് എന്റെ ഭർത്താവ് അരുൺ. ഇത് അരുണിന്റെ അമ്മ ഹേമാംബിക. പിന്നെയുള്ളത് വിവാഹശേഷം എന്റെ ഭർത്താവിനെ മോഹിച്ച് നടക്കുന്ന മുറപ്പെണ് സിത്താര. ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത് സത്യമാണ്. ഇവരെന്നെ കൊല്ലാൻ വരുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവര് തന്ന ജ്യൂസ് കഴിച്ച് ഞാൻ അബോധാവസ്ഥയിലായെന്ന് വിശ്വസിച്ച് എന്നെ ജീവനോട് കെട്ടിത്തൂക്കാൻ ഇവര് വന്നിരിക്കുന്നത്. ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ എന്നെ കൊല്ലാനാ ഇവരുടെ പ്ലാൻ. പ്ലീസ്, നിങ്ങൾ എന്നെ രക്ഷിക്കണം. എന്നെ ഇവര് കൊല്ലും. അതിനു മുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കുക. എന്റെ ലൈവ് കാണുന്ന ആയിരക്കണക്കിന് ആൾക്കാരോട് ഞാൻ യാചിക്കുക. പ്ലീസ്, നിങ്ങൾ എന്നെ രക്ഷിക്കണം. ഞാനിന്ന് മരിച്ചു പോയ കൊലയാളികൾ ഇവരായിരിക്കും. ഇവിടെ നിൽക്കുന്ന ആപത്ത. വാ, നമുക്ക് പോവാം. വാ. എന്താ, എന്നെ കൊല്ലുന്നില്ലേ? വാ. എനിക്ക് ജീവിക്കണം. സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ പൊലിഞ്ഞു പോകാനുള്ളതല്ല ഒരു പെണ്ണിന്റെ ജീവിതം. പെണ്ണിന്റെ വില ഇത് കാണുന്ന ജനം പറയട്ടെ. ധീരയെന്നോ ദുർബലയെന്നോ അവരെന്നെ വിശ്വസിപ്പിക്കട്ടെ. ഞാനിത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നിങ്ങളല്ലേ ഹേമാംബിക? അതെ. ഈ വീട്ടിലെ കുട്ടിയല്ലേ ലൈവ് ഇട്ടത്? അത് ഞാനാണ് സാർ. എല്ലാം നിങ്ങൾ കണ്ടതല്ലേ സാർ? മോളെ, സർ, ഇവരാണ് സർ സ്ത്രീധനത്തിന്റെ പേരിൽ ഇവളെ കൊല്ലാൻ നോക്കിയത്. എല്ലാം തെളിവ് സഹിതം വ്യക്തമായി കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യണം സർ ഇവരെ. എല്ലാത്തിനും കസ്റ്റഡി എടുക്കാം. നിക്ക്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല. അമ്പാടി ഹേമാംബികയാ ഞാൻ. നിർത്ത്. നീയും നിന്റെ മോനും ആരാണെന്ന് ഈ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയതായി അറിയാനുള്ളതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി. എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റി വാ. അപ്പച്ചി, വരാൻ ഇങ്ങോട്ട്. വിട്. ഇങ്ങോട്ട് പോ. എന്നെ വിടാൻ. വരാൻ ഇങ്ങോട്ട്. ഇനി ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇപ്പോ? മല്ലികേടത്ത് ഇവിടെ ഏതോ ഒരു റൂമിലുണ്ട്. എന്നെ രക്ഷിക്കാൻ സഹായിച്ചത് അവരാ. ഇവിടെ വേറെ ആരുമില്ല. നിങ്ങൾ ഇവരോടൊപ്പം പോയി അവരെ നോക്കുക. ശരി സർ. ആ സർ, വീഡിയോയിൽ കണ്ട എല്ലാവരെയും പിടികൂടിയിട്ടുണ്ട്. ആ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. ആ ശരി സാർ. ആ ഇടത്തേ. ഇതെന്റെ ഭർത്താവിന്റെ ഏട്ടന്റെ ഭാര്യ. എന്നെ രക്ഷപ്പെടാൻ സഹായിച്ചത് എടത്തിയാ. എന്താ മോളി സംഭവിച്ച? അമ്മയും അരുണും എവിടെ? അവരെ പോലീസ് കൊണ്ടുപോയി. സാവകാശം എല്ലാം എടുത്തോട്ട് പറയാം. ആ കുട്ടി വരും. സാറേ, ഇതിന്റെ അനിയത്തിയ. ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. സാർ ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ സ്റ്റേഷനിൽ ഹാജരാക്കാം. അത് നടക്കില്ല വക്കീലെ. ഈ കുട്ടിയെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കാനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. ചേച്ചിയുടെ കൂടെ ഞാൻ പോകുന്നുള്ളൂ സാർ. സാർ, സാർ ചെല്ല്. പാർവതിയെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാം. ശരി. എടുത്തേ. നിങ്ങളാണോ അരവിന്ദ്? അതെ. നിങ്ങൾ എവിടെയായിരുന്നു? ഞാനൊരു മീറ്റിംഗിന് പോയതാ. ഇതെന്റെ ഹസ്ബൻഡാ സർ. ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല.
അരവിന്ദേട്ടൻ നല്ലൊരു മനുഷ്യനാ സർ. അരവിന്ദേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയാ ഇവരിതൊക്കെ ചെയ്തത്. വക്കീലെ, ഈ കുട്ടിയെ കൊണ്ടുപോകുന്നെങ്കിലേ ഉടനെ വേണം. ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. സർ ഞങ്ങൾ ഇറങ്ങുക സർ. എടുത്തേ, ഞാൻ പോയിട്ട് വരാം. ഞാൻ പോട്ടെ. എന്താ എല്ലാം നശിച്ചു അരവിന്ദേട്ട. ഞാനിനി ഇവിടെ നിൽക്കില്ല. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ലൈവ് കൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നതാ. രക്ഷിക്കാൻ ഇപ്പൊ വന്നിരിക്കുന്നു. രക്ഷിക്കേണ്ട സമയത്ത് അതിന് കഴിയാത്ത ആള് എന്തിനാ ഇപ്പൊ വന്നത്? എന്റെ മരണം കാണാനോ? വാ ചേച്ചി, നമുക്ക് പോവാം. ഭാരതി, രാമേട്ട, എനിക്ക് എന്റെ മോളെ കാണണം. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് അവളുടെ അടുത്തേക്ക് കൊണ്ടുപോ. അവരെന്റെ മോളെ കൊന്നോ? സുബു, പേടിക്കാനൊന്നുമില്ല. ഭാരതിയും ക്ലാരയും പോയിട്ടുണ്ട്. പാറുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്റെ മോളെ രക്ഷപ്പെട്ടോ? പറ രാമേട്ട. അവൾ ആർക്കയുടെ മകളാ, തീയിൽ കുരുത്തവൾ. അവൾക്കറിയാം എങ്ങനെ പൊരുതി നിൽക്കണമെന്ന്. നിന്റെ മോള് തോറ്റുപോകില്ല സുബു. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല രാമേട്ട. എന്റെ കുഞ്ഞിനെ ദൈവം എനിക്ക് തിരിച്ചു തന്നു. നെഞ്ചു പൊട്ടി അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു മോളെ. എന്റെ മോക്കൊന്നും പറ്റിയില്ലല്ലോ. നീ മിടിക്കാണ് മോളെ. ആ സമയം നിനക്ക് അങ്ങനൊരു ബുദ്ധി തോന്നിയല്ലോ. ഉറ്റവരും ഉടയവരും രക്ഷിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ നീ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു. അമ്മ, ക്ലാര, മോളെ, മോളെ, നിന്നെ ഞാൻ അന്യായിട്ട് കണ്ടിട്ടില്ല. അവസാനം എന്റെ മോളെ രക്ഷിക്കാൻ നീ തന്നെ വരേണ്ടി വന്നു. പാറു അല്ലെങ്കിൽ പോലും ഒരു പെണ്ണിനൊരു ആവശ്യം വന്നാ ഞാൻ ഓടിയെത്തുന്നു. അമ്മ, അച്ഛന് ഓർമ്മ വീണോ? അമ്മ, ഓർമ്മ വീണു. ഞാൻ പോയി കണ്ടിരുന്നു. പക്ഷേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആരെയും തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലൊന്നുമല്ല. മോളെ, അച്ഛനോട് വിരോധമൊന്നും കാണിക്കരുത്. അച്ഛനോട് എന്റെ മോളെ ക്ഷമിക്ക. നീ നന്നായി ജീവിക്കാൻ വേണ്ടി അച്ഛൻ എന്തൊക്കെയോ ചെയ്തു. നോക്ക് മോള്, വാ. മോള് ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കണ്ട. ചെല്ല്, ഞാനൊന്ന് ഭാരതിയായിട്ട് സംസാരിക്കട്ടെ. സുബു, പാറുവിനെയും ക്ലാരയും തൽക്കാലം വീട്ടിൽ കൊണ്ടുപോ. ഹോസ്പിറ്റലിൽ ഇപ്പം നിൽക്കണ്ട. ആ സംഭവം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുക. പാറു തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. എന്നാ ഞാൻ പാറുവിനെ കൊണ്ടുപോവല്ലേ? അത് തന്നെ ഞാനും പറഞ്ഞത്.
തൽക്കാലം ക്ലാര അവളെയും കൂട്ടി ചെല്ല്. ചിലപ്പോൾ സ്റ്റേഷനിൽ പോകേണ്ടതായി വരും. എല്ലാത്തിനും അവൾക്കൊരു ആശ്രയം വേണം. ക്ലാര തന്നെ എല്ലാം ചെയ്തു കൊടുക്കുകയും വേണം. എന്തിനു ഞാൻ കൂടെ ഉണ്ടാവും? മോള് ചെല്ല്. മരിയും ക്ലാരയും മോൾ അന്യരായി കാണണ്ട. നിന്റെ അമ്മ ഇന്ന് ഈ അവസ്ഥയിൽ ജീവിക്കാൻ കാരണം മരിയ. ഒരു കാലത്തും മരിയെ ഞാൻ കുറ്റം പറയില്ല. നിന്റെ ചേച്ചി തന്നെയാ ക്ലാര. ചെല്ല്, മോൾ അവരുടെ കൂടെ ചെല്ല്. എനിക്ക് അച്ഛനൊന്നും കാണാൻ പറ്റുമോ? അകത്ത് കയറി കാണാൻ പറ്റില്ല മോളെ. മോള് ചെല്ല്. ചെല്ല്. ചെല്ലു മോളെ. മോള് പേടിക്കണ്ട, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ പറു, ചെല്ല്, നമുക്കിറങ്ങാം. കണ്ട് രസിക്കാൻ വന്നതാണല്ലേടി. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നതല്ല. ഞാൻ തിരിച്ചു വരും. നിങ്ങൾ വരണ ഹേമാംബികെ. ചെയ്ത തെറ്റുകളോർത്ത് പശ്ചാത്തപിച്ച് ഒരു മനുഷ്യ സ്ത്രീയായിട്ട്. ശിക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നതും അത് തന്നെയാ. നിങ്ങൾക്ക് ഈ വിധി സമ്മാനിച്ചത് ഞാനല്ല, പിന്നെ ആരാടി? ഒരു വീട്ടിൽ കയറി വന്നിട്ട് ആ വീട്ടിലുള്ളവരെ ജയിലിൽ അടച്ചത് നീ അല്ലാതെ പിന്നെ ആരാ? നല്ലൊരു കുടുംബത്തിൽ നിന്നാ നീ വന്നിരുന്നെങ്കിലേ ഞങ്ങൾക്ക് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു. നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? മകനെ സ്ത്രീധനത്തിന്റെ പേരിൽ ബലിയാടാക്കിയ ഒരു അമ്മ. നിങ്ങൾക്ക് വേണ്ടതേ ഒരു മരുമകളെ അല്ല, അവളുടെ സമ്പത്തായിരുന്നു. നിങ്ങൾക്കത് തുറന്നു പറയാമായിരുന്നു. എങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. അത് പറയാതെ നിങ്ങളത് മനസ്സിൽ വെച്ചു. വിവാഹം കഴിഞ്ഞ് വന്ന ഉടനെ ഒരു പെണ്ണിന്റെ ആഭരണം അത്ര ഊരി വാങ്ങി തൂക്കി നോക്കിച്ച സ്ത്രീയാണ് നിങ്ങൾ. സ്ത്രീത്വത്തിന് അപമാനമാണ് നിങ്ങൾ. നിങ്ങൾ ആഗ്രഹിച്ച സ്ത്രീധനം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കണമായിരുന്നു. ഞാൻ ഇറങ്ങാൻ ഒരുങ്ങിയതല്ലായിരുന്നോ? അപ്പോഴേക്കും നിങ്ങൾ വീടിന് ചുറ്റും ഗുണ്ടകളെ നിരത്തി. എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി. നിങ്ങൾ എന്നെ കൊല്ലാൻ കെണിയും ഒരുക്കി കഴിഞ്ഞിരുന്നു. വൻ പദ്ധതികളല്ലേ ഹേമാംബിക നിങ്ങൾ തയ്യാറാക്കിയത്? ജ്യൂസിൽ സ്ലീപ്പിംഗ് പിൽസ് കലർത്തി അവളെ ഉറക്കിക്കടത്തുക, ശേഷം ഗുണ്ടകളെ കൊണ്ട് കെട്ടിത്തൂക്കുക. ഇതിന്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് പോലീസിന് അറിയാം. ഉടനെ ഒരു അറസ്റ്റ് കൂടി ഉണ്ടാവും. അത് നിങ്ങളുടെ ഏട്ടൻ, ഇവളുടെ അച്ഛൻ നരേന്ദ്രനായിരിക്കും. അച്ഛനും മോൾക്കും ഒന്നിച്ച് ജയിൽവാസം അനുഭവിക്കാം. ഇവളാഗ്രഹിച്ചതേ അരുണിന്റെ കൂടെ ജീവിക്കാനാ. ഇവളുടെ കെണിയിൽ നിങ്ങൾ വീണു. നിങ്ങൾ മനസ്സിലാക്കാതെ പോയൊരു കാര്യം ഉണ്ടായിരുന്നേ. പെണ്ണെ ഒരു കച്ചവട ചരക്കല്ല. ആ ബോധം എനിക്കുള്ളത് കൊണ്ടാണ് തളരാതെ ഞാൻ പൊരുതി നിന്നത്. പെണ്ണ് സ്വന്തം കാലിൽ നിൽക്കേണ്ടതിന്റെ ആവശ്യകത എനിക്ക് മനസ്സിലായി. വിവാഹമല്ല ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ അവസാന വാക്ക്. സമൂഹത്തിൽ അവൾ അടയാളപ്പെടുത്തണം. അതിന് ഒരു ജോലിയെങ്കിലും അവൾ സമ്പാദിക്കണം. അല്ലാതെ വന്നാലേ നിങ്ങളെപ്പോലുള്ളവന്മാരുടെ ചതിയിൽ അവൾ കെട്ടൊടുങ്ങും. ഞാൻ സഹായത്തിന് വേണ്ടി ആരെയും വിളിച്ചില്ല, ആരുടെ സംരക്ഷണം തേടിയതുമില്ല. എനിക്കറിയായിരുന്നു എങ്ങനെ രക്ഷപ്പെടണം. ഒരു സമൂഹം പുറത്തുണ്ട്.
നിയമം പെണ്ണിന് പരിരക്ഷ നൽകാൻ ഇവിടെയുണ്ട്. ഭയന്നിരിക്കുകയല്ല വേണ്ടത്. ഇത്തരം ഘട്ടങ്ങളിൽ അവൾ ധീരയായി പോരാടുകയാണ് വേണ്ടത്. ഞാൻ പൊരുതുകയായിരുന്നു. ജീവന് വേണ്ടിയുള്ള എന്റെ യുദ്ധമായിരുന്നു അവിടെ നടന്നത്. നിങ്ങൾ ചെയ്തത് ലോകം അറിയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ലൈവ് ചെയ്തു. എന്റെ രക്ഷയ്ക്ക് ഈ സമൂഹം എന്റെ കൂടെ നിന്നു. നിയമം വന്നു. എന്റെ അനുഭവം ഇനി ഒരു പെണ്ണിനും വരാതിരിക്കാൻ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒരു പെണ്ണിനും ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടാവരുത്. ഇതെന്റെ ചേച്ചിയാ, സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവൾ. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ ചേച്ചി വാങ്ങിത്തരും. ഇത് നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ താലിമാല. ഇതിനിപ്പോ സ്വർണത്തിന്റെ വില മാത്രമേ ഉള്ളൂ. താലിയുടെ പരിശുദ്ധി അറിയണമെങ്കിലേ പെണ്ണെന്താണെന്ന് മനസ്സിലാക്കണം. അവളെ പൂജിക്കണം എന്നല്ല പറയുന്നത്, തന്നോട് ചേർത്ത് നിർത്തണം. എങ്കിലേ ഒരു കുടുംബം ഉണ്ടാവും. അതിൽ നിന്ന് പുതിയ തലമുറ ഉണ്ടാവും. ആണും പെണ്ണും തമ്മിലെ ഒരു വ്യത്യാസവും ഇല്ല. നീ ചെയ്ത തെറ്റുകൾ നീ തിരിച്ചറിയും. മോളെ, നീയാണ് ധീര. നിന്നെ കണ്ട് ഒരുപാട് പെൺകുട്ടികൾ പഠിക്കും, പ്രതികരിക്കും. അവർക്കെല്ലാം മോളൊരു മാതൃകയാണ്. മുഹൂർത്തത്തിന് സമയായി വരുന്നില്ലേ? വാ, എല്ലാരും അന്വേഷിക്കുന്നു. വാ. രാമേട്ട, അവര് വരില്ലേ? അല്ല, എനിക്കൊരു ഉത്തരം പറയാനില്ല മോളെ. ഞാൻ ചെയ്തത് തെറ്റായി പോയോ? ഏയ്, ഒരിക്കലുമില്ല. അച്ഛനു വേണ്ടി മൂത്തമകൾ ചെയ്യുന്നത് എങ്ങനെ തെറ്റാവും? നീ ചെയ്തതാ ശരി. അച്ഛാ, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമോളെ. ആർക്കെ അച്ഛൻ രണ്ടുപേരെ അനുഗ്രഹിച്ചത്. രണ്ടുപേരും നന്നായി വരും. മോളെ, ദേ അമ്മ. ആ മുഹൂർത്തത്തിന് സമയമായി.